ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്തതെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള വിയറ്റ്നാം സൂപ്പർ എള്ളിയുടെ ഒരു പ്ലാവിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാവരും വീട്ടിൽ വെക്കുന്നത് എന്നും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ ഇത് വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും, നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും, പിന്നെ അങ്ങനെ നമ്മളിത് വെക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഏറ്റവും നല്ല ഒരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിലൊക്കെ വെക്കാനാണെന്ന് വെച്ചാൽ. ഒരുപാട് നമുക്ക് സ്ഥലമൊന്നും ആവശ്യമില്ല, ചെറിയൊരു സ്ഥലത്ത് വെച്ചാൽ മതി. പക്ഷേ ഏകദേശം ഒരു 8 മണിക്കൂറോളം നല്ലോണം വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ജൈവവളമാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയും അതുപോലെ നോൺ വെജ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ജൈവവളമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഈ വീഡിയോ കണ്ടിട്ടില്ല വെച്ചാൽ എല്ലാവരും ഒന്ന് പോയി കയറി നോക്കുക. അത്ര എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളത്തിൽ ഒരു കിലോ കടലപ്പിണ്ണാക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 ലിറ്റർ കഞ്ഞിൻ്റെ വെള്ളത്തിൽ 1 കിലോ കടലപ്പിണ്ണാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്പം വെല്ലം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വളമാണെങ്കിലും നമ്മൾ വെല്ലം ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് അതിൽ കിട്ടുള്ളൂ. അടുത്തത് നീം ഓയിലാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലുണ്ടാവുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനും, അതേപോലെ തന്നെ നല്ല വേരോട്ടം നല്ലോണം കിട്ടാനും, അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചക്കകൾ വരാനും വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പ്ലാവിൽ എപ്പോഴും താഴെ നിന്നാണ് നമുക്ക് ചക്ക എപ്പോഴും കൂടുതൽ കിട്ടല്. അപ്പോൾ അത് കീടങ്ങളുടെ ശല്യം കൊണ്ട് താഴെ വരാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തൈ നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസം നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പ്ലാവിന് ചുറ്റും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തടം വരച്ചതിന് ശേഷം നമുക്കിത് ഇട്ടിട്ട് മണ്ണ് മൂടി കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് വിയറ്റ്നാം സൂപ്പർ എള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കിത് ഒരു 8 മണിക്കൂർ നല്ലോണം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ കാനലൊക്കെ ഉണ്ട് വെച്ചാൽ ഇതിൻ്റെ കായ് ബലം കുറയുന്നതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഒട്ടുതൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലപ്പ് പൊട്ടിപ്പോവാനും, അതേപോലത്തെ കാറ്റത്ത് നമുക്ക് കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോകാനും, പെട്ടെന്ന് തന്നെ മരം കേടുവരാനൊക്കെ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ അതുപോലെ തലപ്പിൽ കെട്ടി നല്ലോണം സംരക്ഷിച്ച് വെക്കണം കേട്ടോ. എന്നാൽ ഇത് കാണുന്നത് നമുക്ക് ഒട്ടുതൈയല്ല, കുറേ വർഷമായിട്ടുള്ളൊരു പ്ലാവാണ്. പക്ഷെ ഇങ്ങനത്തെ പ്ലാവുകളിൽ നമുക്ക് ഒരിക്കലും കാറ്റത്ത് കൊമ്പുകൾ പൊട്ടിപ്പോവുക അങ്ങനെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. കാരണം നമ്മൾ ഒട്ടുതൈ വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കെയർ കൊടുത്തില്ല വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു 6-7 കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് ആ മരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നമ്മളത് കെയർ കൊടുക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ വിയറ്റ്നാം സൂപ്പർ എള്ളി പോലെയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ തൈ വയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ 2 തവണ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചക്കയുടെ ടേസ്റ്റും വളരെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്കിതേപോലെ അടിയിൽ നിന്ന് തന്നെ കിട്ടും. ഇത് ഏകദേശം ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ലോണം കായ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു 2 തൈ ഉണ്ട്. അപ്പോൾ 2 തൈയിൽ ഒരു തൈയാണ് ഇതുപോലെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ പൊട്ടിപ്പോകുന്ന സമയത്ത് നമ്മളത് കൂടുതലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചക്കയൊക്കെ വന്നിട്ട് ഒരുപാട് ഭാരം വരുമ്പോൾ അതിന് കൊമ്പ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മുമ്പ് തന്നെ ഞാൻ 4 ചക്ക ഞാൻ അതിൽ നിന്ന് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അതിൽ വീഡിയോ കാണിച്ചു തരാൻ പറ്റിയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ചക്കയ്ക്ക്.
അപ്പോൾ ഇത് നല്ല പശയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ദശയാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചക്ക ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വളത്തിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പലരും പറയുന്ന പ്രശ്നമാണ്, ചെറിയ ചെറിയ ചക്കകളെല്ലാം വന്നിട്ട് അത് ഒരുപാട് കൊഴിഞ്ഞു പോവാണ്, കായ് പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ആൺപൂവും പെൺപൂവായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൺപൂവ് കായ്ക്കുകയാണ് വെച്ചാൽ അത് ഒട്ടും തന്നെ അത് ഒരുപാട് വലുതാവും, അതുപോലെ നമുക്ക് നല്ലൊരു ചക്കയെ കിട്ടില്ല. അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകും കേട്ടോ. നമ്മൾ വലത് സൈഡ് നിൽക്കുന്നതാണ് പെൺപൂവ്, അതുപോലെ ഇടത് സൈഡ് നിൽക്കുന്നത് ആൺചക്ക കേട്ടോ. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന് ഞെട്ടി ഭാഗം നല്ല ആരോഗ്യത്തിലുള്ളതായിരിക്കും പെൺപൂവ്, അതേപോലെ അപ്പുറത്തുള്ള അതിൽ ഞെട്ടി വളരെ തിന്നാണ്. പിന്നെ അതുപോലെ പെൺപൂവിൽ നല്ല ഒരു വര പോലെ ഒരുപാട് നല്ല ചക്കൻ്റെ നല്ലൊരു ഷേപ്പിൽ വരും. എന്നാൽ ആൺപൂവിലാണ് വെച്ചാൽ ഒരു തരി പോലെ ഏകദേശം കാണുമ്പോൾ നമ്മളൊരു തൊടുമ്പത്തിന് നമുക്ക് മനസ്സിലാവും ഒരു തരി പോലെയാണത് കാണുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണ് വെച്ചാൽ നമുക്കത് ചെറുപ്പത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് കൂടുതലും പെൺപൂവ് കിട്ടാൻ കൂടുതൽ ചാൻസാണ്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഫെർട്ടിലൈസറും നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാലും നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കെയറിങ്ങോ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ പ്ലാവ് നമുക്ക് വീട്ടിൽ വെച്ച് വളർത്തണമെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം വെയിൽ കൊള്ളുന്ന സ്ഥലം വേണം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, കാരണം വേര് ചീയാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വേര് ചീയാണ് വെച്ചാൽ നമുക്കത് കൂടുതലും നമുക്കതിന് കായ്ഫലം കിട്ടാൻ വളരെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒന്ന് നനച്ചു കൊടുത്താലും മതി. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ല, അപ്പോൾ വിയറ്റ്നാം സൂപ്പർ ഇലയിൽ നിന്ന് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് ഇത് വീട്ടിൽ വയ്ക്കുന്നത്? അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെയാണ് ഏറ്റവും നല്ലതാണ്. അല്ലാത്തവർക്ക് ഇതുപോലെ വലിയ മരമൊക്കെ ആക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷം നമുക്ക് നിൽക്കും കേട്ടോ. പക്ഷെ നമ്മൾ അതിൽ ഒരു കൂടിപ്പോയ 8-9 കൊല്ലത്തിന് കൂടുതൽ നിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കൂടുതലായിട്ട് നമുക്കിതിലുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കളറാണെങ്കിലും അതുപോലെ അത് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അതിൽ പശ ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ മുറിക്കാനും അതുപോലെ തന്നെ അതിൽ നല്ല കട്ടിയുള്ള ഒരു ദേശീയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മടൽ വരെ നമുക്കത് കഴിക്കണം, ഒരു നല്ലൊരു മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വീട്ടിൽ ഇത് വാങ്ങിച്ച് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒന്നാണ്. പിന്നെ അതേപോലെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ധാരാളം ബ്യൂട്ടി ടിപ്സ് അതുപോലെ തന്നെ കിച്ചൺ ടിപ്സ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ചാനലിൽ കയറി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കണ്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.